ഹായ് ഹലോ നമസ്കാരം. AFPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അഗ്നിവീർ വായു അഗ്നിപഥ് സ്കീമിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. കേരളത്തിലും ജോലി ചെയ്യാൻ അവസരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ്ലൈൻ ആപ്ലിക്കേഷനാണ്. സോ അതുകൊണ്ട് തന്നെ സമയം വളരെയധികം കുറവാണ്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ അയക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് സ്റ്റേറ്റിലേക്കാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം എന്നതനുസരിച്ച് ആ സ്റ്റേറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോമിൽ അവൈലബിൾ ആണ്. സോ അത് കെയർഫുള്ളി വായിച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 2025 ഫെബ്രുവരി 24 വരെയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അഗ്നിവീർ വായു നോൺ കോമ്പാറ്റൻ്റ് ആണ്. ഏജ് ലിമിറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ജൂലൈ 2004 3 ജനുവരി 2008 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതുണ്ട്. അത് മാത്രമല്ല 18 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെയോ ഗാർഡിയൻ്റെയോ കൺസെൻറ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിനായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സായാൽ മതി. അതുപോലെ തന്നെ ഫിസിക്കലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഹൈറ്റിനൊത്ത വെയിറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ടാറ്റു കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് പെർമിറ്റഡ് ആണ്. പെർമനൻ്റ് ആയിട്ടുള്ള ടാറ്റൂസോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇനി ഏതൊക്കെ സ്ട്രീമിലാണ് വേക്കൻസീസ് ഉള്ളതെന്ന് പറഞ്ഞാൽ 2 സ്ട്രീമിലാണ് വേക്കൻസീസ് ഉള്ളത്. ഹൗസ് കീപ്പിംഗ് സ്ട്രീമും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സ്ട്രീമുമാണ് വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും കേരളത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്താണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഹൗസ് കീപ്പിങ്ങിൻ്റെ വേക്കൻസീസ് മാത്രമാണ് ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 10th ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് 10th പാസിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കാര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് 6 മാസത്തിനിടയിൽ എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത ഡേറ്റ് ഒരു സ്ലേറ്റിൽ എഴുതിയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം എടുക്കുക. അതർവൈസ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എക്സാം എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് GK ഇതൊക്കെയാണ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. സോ അതും കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ റണ്ണ് 6 minutes 30 seconds കൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 10 പുഷപ്സ് 10 സിറ്റപ്സ് 20 സ്ക്വാട്ട്സ് എല്ലാം 1 മിനിറ്റിനുള്ളിൽ, അതായത് പുഷപ്പിന് 1 മിനിറ്റ്, സിറ്റപ്സിന് 1 മിനിറ്റ്, സ്ക്വാട്ട്സിന് 1 മിനിറ്റ്, അതിനുള്ളിൽ തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 4 വർഷത്തെ സർവീസാണ്, അഗ്നിവീറാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ആപ്ലിക്കേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ടൈമില്ല, വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ AFPTയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. CASF, RPF, SSC GD 2025, അഗ്നിപഥ് 2025, വിമൻ മിലിറ്ററി പോലീസ് തുടങ്ങിയിട്ടുള്ള പാരാമിലിറ്ററി എല്ലാ യൂണിഫോംഡ് ജോബിനും ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസ്സുകൾ AFPTയുടെ കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. നിങ്ങൾക്ക് ഡെയിലി ബേസിസിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം, വീക്കെൻഡ് ബേസിസിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. AFPTയുടെ പത്തനംതിട്ട എലവന്തിട്ടയിലെ റെസിഡൻഷ്യൽ ബാച്ചിൽ +1 +2 പഠനത്തോടൊപ്പം തന്നെ ഓഫീസർ ലെവൽ ട്രെയിനിങ്ങും കൂടാതെ +2 പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് റിപ്പീറ്റഡ് ബാച്ചും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക.